കാത്തിരിപ്പിനൊടുവിൽ ബോക്സ് ഓഫീസിന് തീവെക്കാൻ ഇറങ്ങിയ അല്ലു അർജുൻ്റെ പുഷ്പ 2 കഴിഞ്ഞ ദിവസം മുതലാണ് തിയേറ്ററുകളിൽ ഓടിത്തുടങ്ങിയത്. കണ്ടവർ സിനിമയെക്കുറിച്ച് നല്ലതും മോശവും ഒക്കെ പറയുന്നുണ്ട്. ചർച്ചകളൊക്കെ തകൃതിയായി നടക്കുമ്പോൾ പുഷ്പ 2വുമായി ബന്ധപ്പെട്ട ആദ്യ അപ്ഡേറ്റിനെ കുറിച്ചും ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. എന്താണ് ആ അപ്ഡേറ്റ് എന്നല്ലേ പറയാം. 2023 ഏപ്രിലാണ് പുഷ്പ 2വിൻ്റെ ആദ്യ അപ്ഡേറ്റ് നിർമ്മാതാക്കളായ മൈത്രി മൂവി മേക്കേഴ്സ് പുറത്തുവിട്ടത്. വേർ ഈസ് പുഷ്പ എന്ന പ്രമോ വീഡിയോ ആയിരുന്നു അത്. അല്ലു അർജുൻ്റെ ജന്മദിനത്തിൻ്റെ തലേ ദിവസമായിരുന്നു സിനിമയുമായി ബന്ധപ്പെട്ട ആ പ്രധാന അപ്ഡേറ്റ് എത്തിയത്. പ്രമോ വീഡിയോ ഇങ്ങനെയാണ്. തിരുപ്പതി ജയിലിൽ നിന്നും പുഷ്പ രക്ഷപ്പെടുന്നു. പിടിക്കാൻ ശ്രമിക്കുന്നതിനിടെ പോലീസ് പുഷ്പയെ 10 റൗണ്ട് വെടിവെക്കുന്നു. പുഷ്പയ്ക്ക് വെടിയേറ്റുവെന്നും ഗുരുതരമായി പരിക്കേറ്റുവെന്നും റിപ്പോർട്ടുകൾ വരുന്നു. പുഷ്പ ഇപ്പോൾ ജീവനോടെ ഉണ്ടോ എന്ന ആശങ്കയിലാണ് ജനങ്ങൾ. പിന്നാലെ പുഷ്പയെ പിടിക്കാനായി ശേഷാചലം ഫോറസ്റ്റിൽ പോലീസ് തിരച്ചിൽ നടത്തുന്നു. എന്നാൽ നാട്ടിലാകട്ടെ പോലീസ് എൻകൗണ്ടറിൽ പുഷ്പ കൊല്ലപ്പെട്ടു എന്ന് കരുതി കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെടുന്നു. ജനങ്ങളാകെ അക്രമാസക്തരാകുന്നു. അതിനിടയിൽ കള്ളക്കടത്തുകാരനായ പുഷ്പ അണ്ണൻ്റെ ക്ഷേമ പ്രവർത്തനങ്ങളുടെ ലിസ്റ്റുമായി നാട്ടുകാർ മീഡിയയ്ക്ക് മുന്നിലെത്തുന്നു. പാവങ്ങളുടെ പട്ടിണി തീർക്കുന്ന കള്ളക്കടത്തുകാരൻ്റെ കഥനകഥ. പിന്നെയും അഭ്യൂഹങ്ങൾ പരക്കുന്നു. പുഷ്പ ജപ്പാനിലോ മലേഷ്യയിലോ ചൈനയിലോ ജീവിച്ചിരിപ്പുണ്ടെന്ന് ജനങ്ങൾ വിശ്വസിക്കുന്നതായി ന്യൂസ് റിപ്പോർട്ടുകൾ വരുന്നു. പെട്ടെന്നൊരു ദിവസം കാട്ടിൽ വന്യജീവി നിരീക്ഷണത്തിനായി സ്ഥാപിക്കപ്പെട്ട ക്യാമറയിലെ ദൃശ്യങ്ങൾ ടിവിയിലൂടെ ബ്രേക്കിംഗ് ന്യൂസായി പുറത്തു വരുന്നു. ഒരു കടുവയ്ക്കൊപ്പം അല്ലുവിനെ കാണിക്കുന്ന രംഗമായിരുന്നു അത്. അങ്ങനെ പുഷ്പ ജീവിച്ചിരിപ്പുണ്ടെന്ന് ജനങ്ങളാകെ അറിയുന്നു. കടുവയ്ക്കൊപ്പം അല്ലുവിനെ കാണിക്കുന്ന ഈ ആദ്യ അപ്ഡേറ്റോടെ തന്നെ ചിത്രത്തിൻ്റെ ഹൈപ്പ് റോക്കറ്റ് പോലെ ഉയരുന്നു. പിന്നാലെ സാരി ഉടുത്ത് നിൽക്കുന്ന അല്ലുവിൻ്റെ ചിത്രവും ടീസറുമായിരുന്നു അടുത്ത അപ്ഡേറ്റ്. ഇതോടെ പെൺവേഷത്തിൽ നിൽക്കുന്ന അല്ലു കടുവയെ ചുമലിലെടുത്ത് നിൽക്കുന്ന ഫാൻ മെയ്ഡ് പോസ്റ്റർ പോലും അന്നിറങ്ങി. തൊട്ടു പിന്നാലെ 2024 ഓഗസ്റ്റ് 15 ചിത്രം എത്തുമെന്ന പ്രഖ്യാപനവും വന്നു. എന്നാൽ പടം പിന്നീട് റീഷൂട്ടിന് പോയി. കൂടാതെ മറ്റ് പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകളും കാലതാമസം വന്നതോടെ പടത്തിൻ്റെ റിലീസ് വീണ്ടും മാറ്റി. പക്ഷേ ഇതൊന്നുമല്ല ഇപ്പോഴത്തെ പ്രശ്നം. കഴിഞ്ഞ ദിവസം റിലീസായ പുഷ്പ 2വിൽ വേർ ഈസ് പുഷ്പ എന്ന പ്രമോയിലെ രംഗങ്ങളൊന്നും തന്നെ ഇല്ല. പുഷ്പ ജയിലിൽ പോകുന്ന സീക്വൻസ് ഇല്ല. പുഷ്പ കാട്ടിലും പോകുന്നില്ല. എന്തിന് കടുവ പോയിട്ട് പൂച്ച പോലും പടത്തിലില്ല. ഇത്രയൊക്കെ ആയാൽ ആരാധകരും സിനിമാ പ്രേമികളും അടങ്ങി നിൽക്കുമോ? സോഷ്യൽ മീഡിയയിൽ ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. എക്സിൽ ആകെ ചോദ്യശരങ്ങളാണ്. കടുവയും ആ രംഗങ്ങളും എവിടെ? പ്രമോ വേറെയും സിനിമ വേറെയുമാണോ? അതിനിടയിൽ കഥയും മാറ്റിയോ? ഇനി മൂന്നാം ഭാഗത്തിലാണോ ഈ രംഗങ്ങൾ? ഇങ്ങനെ തുടങ്ങി വേർ ഈസ് പുഷ്പ എക്സിൽ വീണ്ടും ട്രെൻഡിങ് ആവുകയാണ്. ആദ്യം ഇറങ്ങിയ പ്രമോ വീഡിയോയിലെ കഥയാണ് ഇപ്പോഴിറങ്ങിയ പുഷ്പ 2വിനേക്കാൾ മികച്ചതെന്ന് അഭിപ്രായപ്പെടുന്നവരും ഒരു വശത്തുണ്ട്. അതേസമയം അതിരാവിലെ എണീച്ച് പുഷ്പ 2 കണ്ടവരും ഒരേ സ്വരത്തിൽ ചോദിക്കുന്നുണ്ട്,